ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കാണിക്കുന്നത്. അപ്പോൾ ഈവനിങ് ടൈമൊക്കെ ആകുമ്പോഴത്തേനും നമുക്കൊരു കാപ്പി നിർബന്ധമാണല്ലോ. അപ്പം നമുക്ക് പുതിയ കോഫി മെഷീൻ ഉള്ളത് കൊണ്ട് അതിനകത്താണ് ഇന്നത്തെ കോഫി നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനകത്ത് ഏകദേശം ഒരു ചെറിയ ഗ്ലാസ്, അതിനകത്തൊരു കപ്പുണ്ട്. ആ കപ്പിന് ഒരു കപ്പ് ചായയാണ് അറ്റ് എ ടൈം നമുക്ക് ഇടാൻ പറ്റുന്നത്. അപ്പം നമ്മൾ അതിനകത്തേക്ക് കോഫി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് കൊടുത്ത് ഷുഗറും കൂടെ ആഡ് ചെയ്തായിരുന്നേ. എന്നിട്ട് അതിനകത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഇതിനകത്തൊരു പവർ ബട്ടൺ ഉണ്ട്. അത് ഓൺ ചെയ്യുമ്പോഴത്തേന് ഈ കപ്പിനകത്ത് കോഫി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ ഡ്രോപ്സ് ആയിട്ടാണ് ആദ്യമേ കോഫി വന്നുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ചും കൂടെ കോഫി വന്നു. അത്യാവശ്യം നല്ല ചൂടിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. നല്ല കോഫിയാണ് ഇതിനകത്ത് ഇട്ട് കഴിയുമ്പോഴത്തേക്കിന്. അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് ഇന്നത്തെ നമ്മുടെ യാത്ര കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. പുതിയ വീടൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ചെടിയും പച്ചക്കറിയൊക്കെ നട്ടു വെക്കണമല്ലോ. അപ്പോൾ ചെടിയൊക്കെ വെക്കാനായിട്ടുള്ള സ്പേസ് ഒക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കുഴിപ്പള്ളത്ത് പോവാണെങ്കിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങാമല്ലോ. പോയ വഴിക്കൊക്കെ ഇഷ്ടം പോലെ കണിക്കൊന്നയൊക്കെ ഉണ്ടായിരുന്നു. അതായത് വിഷു കഴിഞ്ഞെങ്കിലും കണിക്കൊന്നയൊന്നും പോയിട്ടില്ല. കുഴിപ്പള്ളത്തേക്കുള്ള റോഡ് അത്യാവശ്യം കുണ്ടും കുഴിയും നിറഞ്ഞതായിരുന്നേ. അവിടെ എത്തുമ്പോഴത്തേക്കിന് ഏകദേശം ഒരു കാട്ടിലെത്തിയ ഫീലാണ്. അതായത് മൊത്തം നിറച്ച് മരങ്ങളും തെങ്ങും ഒക്കെ ആയിട്ട്. ആദ്യത്തെ റോഡ് ഇതൊരു ചെറിയ പോക്കറ്റ് റോഡാണ്. കേരള വഴി അത്യാവശ്യം കുറച്ച് സ്ട്രഗിളാണ്. കുറച്ചങ്ങോട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റോഡാണേ. കുഴിപ്പള്ളം കാണുമ്പോഴത്തേക്കിന് എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് നമ്മുടെ ഉപ്പുമുളകിലെ ബാലുവിനെയും നീലുവിനെയാണ്. അപ്പം നെയ്യാറ്റിങ്കര കണ്ടാലും ഞാൻ അവരെ ഓർക്കാറുണ്ട്. കുഴിപ്പള്ളം ആദ്യമായിട്ട് കേൾക്കുന്ന അവിടെ നിന്നാണ്. നമ്മുടെ ഇവിടുന്ന് അങ്ങനെ വലിയ ദൂരമില്ല കേട്ടോ ഈ ഗാർഡനിലേക്ക്. അപ്പം അത് കുറേ ഏക്കറിലുള്ളൊരു സ്ഥലമാണ്. ചെല്ലുമ്പോൾ തൊട്ട് അത്യാവശ്യം നല്ലൊരു പോസിറ്റീവ് വൈബാണ്. അതായത് അവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. അങ്ങ് താഴെയായിട്ടാണ് അവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉള്ളത്. അപ്പം അങ്ങ് താഴെ വരെ വണ്ടി ഇറങ്ങി ചെല്ലുന്നതാണ്. അപ്പോൾ വണ്ടിയായിട്ട് വരുന്നവർക്ക് താഴെ കൊണ്ടുപോയി പാർക്ക് ചെയ്തതിന് ശേഷം അവിടെ അത്യാവശ്യം ചുറ്റിക്കറങ്ങി കണ്ട് എല്ലാം വാങ്ങാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. അത്യാവശ്യം ടൈം കണക്കാക്കി വേണം പോകാൻ വേണ്ടിയിട്ട്. എങ്കിലേ നമുക്ക് എല്ലാം ഒന്ന് നോക്കി മേടിക്കാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ നമ്മൾ പോയപ്പോൾ ഏകദേശം ഒരു 6-10 ആയിട്ടുണ്ടായിരുന്നു. 7 മണിയാകുമ്പോഴത്തേനും അവിടുത്തെ സ്റ്റാഫൊക്കെ പോവേ. ആദ്യമേ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ സെഷനിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഓപ്ഷൻസ് ഇല്ല. ലക്കി ബാമ്പു കുറേ ഇരിപ്പുണ്ട്. അതിനകത്ത് ഏറ്റവും ചെറുതിന് തന്നെ ഏകദേശം 200 രൂപ വരുന്നുണ്ടായിരുന്നേ. ഇൻഡോർ പ്ലാന്റ്സിനകത്ത് നിന്ന് എനിക്ക് അങ്ങനെ ഒരുപാട് ഇത് തോന്നിയിട്ടില്ല. പിന്നെ ചെത്തിപ്പൂ വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇൻഡോറിനകത്താണ് അവർ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ 2 ഞാൻ ആദ്യമേ എടുത്ത് 2 കളർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. ബാക്കി നോക്കി വന്നതിന് ശേഷം അത് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇൻഡോറൊക്കെ നോക്കി നമ്മൾ ഔട്ട്ഡോർ പ്ലാന്റ്സ് നോക്കാൻ വേണ്ടിയിട്ട് അതിന് മുകളിലത്തെ വശത്തിയായിരുന്നു. അവിടെ ഇഷ്ടംപോലെ കൊങ്ങിണിയും ഈ പൂക്കൾ നമ്മൾ ഏകദേശം ഒരു 4-5 കളർ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറേ എൻ്റെ വീട്ടിൽ ഇടുക്കിയിലൊക്കെ ഉള്ള കുറേ ചെടികളൊക്കെ കണ്ടപ്പോഴത്തേക്കിനും അതൊക്കെ ഞാൻ വാങ്ങിയായിരുന്നു. ഏകദേശം ഒരു 10ഓളം ചെടിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ചെടിച്ചട്ടിയും കൂടെ വാങ്ങിച്ചു. ഞാൻ നേരത്തെ കുറച്ച് പച്ചക്കറി വിത്തൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി നടാൻ കണക്കാക്കി. ചെടിച്ചട്ടിക്കൊന്നും അങ്ങനെ ഭയങ്കര ഓവർ റേറ്റ് എന്ന് പറയാനായിട്ടില്ല. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് കുറഞ്ഞ വില തൊട്ട് കൂടിയ വില വരെയുള്ള ചെടിച്ചട്ടികൾ ഇവിടെ ഉണ്ട്. നമ്മൾ കുറച്ചൊന്ന് നോക്കിയെടുക്കണമെന്നേ ഉള്ളേ. അപ്പോൾ അവിടെ എപ്പോഴും സ്റ്റാഫ് നമ്മുടെ കൂട്ടത്തിൽ നിന്നിട്ട് എടുത്തു തരും അങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നും ഇല്ല. അതിലെല്ലാത്തിലും വില ഇട്ട് വെച്ചിട്ടുണ്ട്. ആ വിലയിൽ നിന്ന് കുറയത്തുമില്ല കൂടത്തുമില്ല. അപ്പം ആ വില നോക്കി നമ്മൾ തന്നെ എടുക്കണം. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം നമ്മൾ SPR പോയിട്ടുണ്ടായിരുന്നേ. SPR അത്യാവശ്യം ഫേമസ് ആണ്. ഫേമസ് മട്ടൻ കറിക്കാണ്. അപ്പം നമ്മളിന്ന് അവിടുത്തെ നല്ല അടിപൊളി പൊറോട്ടയാണ്. ചെറിയ കോയിൻ പൊറോട്ടയാണ്. ഇപ്പോൾ പൊറോട്ടയും മട്ടൻ കറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മട്ടൻ കഴിക്കത്തില്ലാത്തതുകൊണ്ട് ഞാൻ ചിക്കൻ കറിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ദാഹശമനി വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെ നമ്മളൊരു ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഫുഡാണ്. കമ്പാരിറ്റീവ്ലി കുറച്ച് റേറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു. എങ്കിലും ഫുഡ് നല്ല ടേസ്റ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഫാമിലീസ് ഒക്കെ വന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് ബാലരാമപുരത്തുള്ള SPR. ഇപ്പോൾ റോഡ് പണിക്കായിട്ട് വഴി കുറച്ച് വൃത്തിയാക്കിയത് കൊണ്ട് നേരത്തെ ഇത് വഴിയിൽ നിന്ന് അത്ര വിസിബിൾ അല്ലായിരുന്നു. ഇപ്പം നല്ല കാണാൻ പറ്റുന്ന ഏരിയയിലായതുകൊണ്ട് ഒരുപാട് ഫാമിലീസ് ഒക്കെ വരാറുണ്ട്. അങ്ങനെ ചിക്കൻ കറി മട്ടൻ കറിയൊക്കെ വാങ്ങിച്ച് SPR നമ്മൾ ഫുഡൊക്കെ കഴിച്ചേ. ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഈവനിങ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്